നമസ്കാരം, ഞാൻ പരമേശ്വര നമ്പൂതിരി. ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ഫെബ്രുവരി 18 തീയതി ഞായറാഴ്ച മുതൽ ഫെബ്രുവരി 24 ശനിയാഴ്ച വരെയുള്ള എല്ലാ നക്ഷത്രങ്ങളുടെയും ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അപ്പോൾ അശ്വതി, ഭരണി, കാർത്തിക കാല മേടക്കൂറുകാർക്ക് ഈ വരുന്ന വാരം സൂര്യൻ 11-ലാണ് നിൽക്കുന്നത്. ഏത് ഗ്രഹങ്ങൾ 11-ൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. സൂര്യൻ 11-ൽ നിൽക്കുമ്പോൾ സ്ഥാനാന്തര പ്രാപ്തി ഉണ്ടാവുക, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക എന്നൊക്കെയാണ് അർത്ഥമെങ്കിൽ പോലും ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർച്ച ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേപോലെ തന്നെ വ്യാധി വിനാശം, നമുക്ക് ഏതെങ്കിലും വിധേന ദുരിതങ്ങൾ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചിരുന്നുവെങ്കിൽ ആ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ശമനം വന്നു ചേരുന്ന ഒരു കാലയളവാണ്. നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ രോഗങ്ങളില്ലാത്ത അവസ്ഥയാണല്ലോ. നല്ല രീതിയിൽ തന്നെ ഐശ്വര്യം വന്നു ചേരുക, ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലം ശുഭകർമ്മ ഫലം, അതായത് നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല ഫലം നമുക്ക് അനുഭവവേദ്യമായിട്ട് വരിക. നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുന്നതും നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ സൂര്യൻ 11-ൽ നിൽക്കുന്നത് മേടക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കർമ്മസ്ഥാനമായിട്ടുള്ള 10-ൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പല വിധത്തിലും ദ്രവ്യലാഭം ഉണ്ടാവുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. പ്രത്യേകിച്ച് ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ട് ആയതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഭൂമി, ഇഷ്ടപ്പെട്ട ഭൂമി വാങ്ങുവാനായിട്ട് സാധിക്കുക. കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ആദായം വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക. 18 തീയതി വരെ ബുധൻ 10-ലാണ്, അതിനുശേഷം 11-ലേക്ക് വരും. അതായത് 19 തീയതിക്ക് ശേഷം ബുധൻ 11-ലാണ് നിൽക്കുന്നത്. വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 11-ൽ നിൽക്കുമ്പോൾ ബുധനെ കൊണ്ട് നല്ല രീതിയിൽ തന്നെ വാഗ്മാധുര്യം ഉണ്ടാവുക, നമ്മളുടെ വാക്കുകൾക്ക് ശോഭ ഉണ്ടാവുക, നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ബഹുധനലാഭം. ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും വളരെ നല്ല ഫലം നമുക്ക് അനുഭവവേദ്യമായിട്ട് വരിക, കാര്യജയം ഉണ്ടാവുക. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും സന്താനങ്ങളോടും കൂടി സുഖമായിട്ട് വസിക്കുക. പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടുകൂടി സുഖമായിട്ട് വസിക്കുക, സന്താനങ്ങളോടുകൂടി. അതായത് ബുധൻ 11-ൽ നിൽക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ മനസന്തോഷം വന്നു ചേരുന്ന ഒരു കാലയളവാണ് എന്നർത്ഥം. ഈ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും കുറച്ചും കൂടി കൂടുതൽ നല്ല ഫലത്തെ സൂചിപ്പിക്കാം. അതായത് വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ ആ പരീക്ഷയിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുക, വിജയം വന്നു ചേരുക. അതേപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ ജോലിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്ന മേടക്കൂറുകാർക്ക് തന്നെ അറിയാം. കലഹം ഉണ്ടാവുക, ബുദ്ധിമന്തി ഉണ്ടാവുക, അതായത് നമുക്ക് വേണ്ടുന്ന ബുദ്ധി തോന്നാത്ത അവസ്ഥ. നമുക്ക് എല്ലാവർക്കും വേണ്ടുന്ന ബുദ്ധിയാണല്ലോ തോന്നേണ്ടത്, നല്ല ബുദ്ധിയാണല്ലോ തോന്നേണ്ടത്. അപ്പൊ ആ ബുദ്ധി ആ സമയത്ത് തന്നെ അതങ്ങോട്ട് തോന്നാത്ത അവസ്ഥയാണ് ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ കലഹം ഉണ്ടാവുക. കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. കലഹം ഉണ്ടാവുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് സ്വയം മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. ധനപരമായിട്ടും ചിലവ് വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ശരീരത്തിന് പൊതുവെ ഒരു സുഖക്കുറവ് വന്നു ചേരുക, ഇടവിട്ട് ഓരോ അസുഖങ്ങൾ വന്നു ചേരുക. 10-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് മാത്രം നല്ല ഫലത്തെ അല്ലാട്ടോ മേടക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. കലഹം ഉണ്ടാവുക, അപമാനം ഉണ്ടാവുക. അപ്പോൾ വ്യാഴത്തെ കൊണ്ടും കലഹം എന്ന മോശഫലത്തെ സൂചിപ്പിച്ചു. അപ്പോൾ ഈ കലഹം എന്ന മോശഫലത്തിൽ ഫലപ്രാപ്തി കൂടുതലുണ്ടാവാനായിട്ടുള്ള ഒരു സൂചന ഉണ്ടെന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അപമാനം ഉണ്ടാവുക, അതും നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല, അല്ലേ? അതുകൊണ്ട് തന്നെ അപമാനം ഉണ്ടാവാൻ ഇടയുണ്ട് എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. എന്തായാലും ശനി 11-ലാണ് കുറച്ചു കാലമായിട്ട് നിൽക്കുന്നത്. നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മളുടെ തന്നെ പ്രതാപത്തിന് ആധിക്യം ഉണ്ടാവുക, നമ്മളുടെ ആയുസ്സും ഓജസ്സും തേജസ്സും കൂടുക. അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. എന്തായാലും മേടക്കൂറുകാരുടെ ഗ്രഹപിടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും നമ്മളുടെ ഈശ്വര സേവയിലൂടെ നാമജപത്തിലൂടെ തന്നെ നമുക്ക് മറികടക്കുവാനായിട്ട് സാധിക്കും, കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക.
കാർത്തിക മുക്കാല രോഹിണി മകേരത്തറ ഇടവക്കൂറുകാർക്ക് ഈ വരുന്ന വാരം സൂര്യൻ 10-ലാണ് നിൽക്കുന്നത്. വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. എല്ലായിടവും വിജയം ഉണ്ടാവുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, കർമ്മസിദ്ധി വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ നല്ല ഫലം നമുക്ക് അനുഭവവേദ്യമായിട്ട് വരിക. അപ്പൊ 10-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. കർമ്മസ്ഥാനമാണ് 10. സൂര്യൻ 10-ൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി ലഭിക്കുവാനായിട്ടുള്ള സൂചനയുണ്ട്. ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ൽ ചൊവ്വ നിൽക്കുന്നത് അത്ര നല്ല ഫലത്തെയുമല്ല സൂചിപ്പിക്കുന്നത്. സൂര്യനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള ഫലത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ള മോശഫലമാണ് കർമ്മ വൈകല്യം ഉണ്ടാവുക. അതായത് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ വരാത്ത അവസ്ഥ. നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ. നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുക, പലവിധ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, വ്യാധികൾ അനുഭവിക്കുക. അപ്പൊ എന്തായാലും 9-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി. അപ്പൊ ഈ ചൊവ്വയെ കൊണ്ടുള്ള മോശഫലം ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഭദ്രകാളി ഭഗവതിയും സുബ്രഹ്മണ്യ സ്വാമിയൊക്കെ മനസ്സിലത്തി വിചാരിച്ചോളൂ. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായി. 19-ാം തീയതി തന്നെ ബുധൻ 10-ലേക്ക് വരികയാണ്. അപ്പൊ ഈ 10-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ടുള്ള ഫലമായിരിക്കും നമുക്ക് ഈ വരുന്ന വാരം കൂടുതലും അനുഭവവേദ്യമായിട്ട് വരിക. 10-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 10-ാം ഭാവം എന്ന് പറഞ്ഞാൽ തൊഴിൽസ്ഥാനാണ്. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്തൊരു കാലയളവ്. നമ്മളുടെ ജോലിയിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. 12-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. വളരെ വഴിനടക്കലുണ്ടാവുക, അലച്ചിലുണ്ടാവുക, ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് കഴിയുമ്പോൾ വേറൊന്ന്, ഒന്ന് കഴിഞ്ഞു നിങ്ങൾ വിചാരിക്കുമ്പോഴേക്കും മറ്റൊരു ദുരിതം തുടങ്ങും. അലച്ചിലുണ്ടാവുക, വളരെ എളുപ്പത്തിൽ നമുക്ക് നേടിയെടുക്കുവാനായിട്ട് കഴിയുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോഴും അതിനും ഒരു തടസ്സം വന്നു ചേരുക, പലവിധ വ്യാധികൾ അനുഭവിക്കുക. അപ്പോൾ ഈ വ്യാഴം 12-ലാണ് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ മോശഫലത്തെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. നമ്മളുടെ സമീപ പ്രദേശത്തുള്ള വൈഷ്ണവ ചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക, നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക. നമുക്ക് സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലെത്തി തൊഴുതാൽ മതി. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമൊക്കെ കുറച്ച് കൂടുതൽ ജപിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക. ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ൽ ശുക്രൻ നിൽക്കുന്നത് നല്ല ഫലത്തെയാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള സൽപ്രവർത്തികൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുക, ധർമ്മകാര്യ സിദ്ധി വന്നു ചേരുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള നല്ല ഫലമാണ് ധനലാഭം ഉണ്ടാവുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. കുറച്ചു കാലമായിട്ട് ശനി 10-ലാണെന്നും ശനി 10-ൽ നിൽക്കുമ്പോൾ കണ്ടകശനി സ്ഥാനമാണെന്നും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്നും പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. ഒരു നല്ല ഫലമുണ്ട്, കർമ്മസിദ്ധി ഉണ്ടാവുക. അതായത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയായിട്ടുള്ള രീതിയിൽ വരും. പക്ഷേ അതിനനുസരിച്ച് നമുക്ക് ധനം വന്നു ചേരാത്ത കാലയളവ്, ആ ഉള്ള ധനത്തിനും ചെലവ് വന്നു ചേരുന്ന കാലയളവ്. ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളൂ. അതേപോലെ തന്നെ വിദ്യയ്ക്കും യശസ്സിനും ഒരു ഹാനി വരുന്നത്, അതായത് കുട്ടികൾക്ക് പഠിക്കാൻ തോന്നാത്തൊരവസ്ഥ, മടി വന്നു ചേരുക, മന്ദൻ എന്ന പര്യായപദവും കൂടി ശരിക്കണ്ടേ, എല്ലാം പതുക്കിയാക്കി തീർക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്കാണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ തോന്നാത്ത അവസ്ഥ, നല്ല ബുദ്ധിയൊക്കെ ഉണ്ടാവും, പക്ഷെ പഠിക്കാൻ തോന്നണ്ടേ. എന്തായാലും ഇടവക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും നമ്മളുടെ ഈശ്വര സേവയിലൂടെ നാമജപത്തിലൂടെ നമുക്ക് മറികടക്കുവാനായിട്ട് സാധിക്കും, കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. മകീരത്തല തിരുവാതിര പുണർന്നം മുക്കാലും മിഥുനക്കൂറുകാർക്ക് ഈ വരുന്ന വാരം ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ലാണ് സൂര്യൻ നിൽക്കുന്നത്. അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾ കുറയുക, അതേപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം അപമാനം ഉണ്ടാവുക. അപമാനം ഉണ്ടാവുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെങ്കിലും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ മോശഫലത്തെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. പലവിധ ദുരിതങ്ങൾ വന്നു ചേരുക, വ്യാധികൾ വന്നു ചേരുക. ഈ മോശഫലത്തെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. 8-ലാണ് ചൊവ്വ നിൽക്കുന്നത്. 8-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും അപമാനം എന്ന മോശഫലത്തെ ഇവിടെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ അപമാനം ഉണ്ടാവാനായിട്ടുള്ള ഫലത്തിന് ഫലപ്രാപ്തി കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. മിഥുനക്കൂറുകാർ വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമ്മൾ ഒട്ടും വിചാരിക്കാതെ തന്നെ പലവിധ മനോവിഷമങ്ങൾ വന്നു ചേരുക. അപ്പോൾ ഈ മോശഫലത്തെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഭദ്രകാളി ഭഗവതിയെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ ഈ സ്തോത്രമൊക്കെ ജപിച്ചോളൂ. 19-ാം തീയതി തന്നെ ബുധൻ 9-ലാണ് നിൽക്കുന്നത്. 9-ലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. വിചാരിക്കാതെ പലവിധ രോഗദുരിതങ്ങൾ വന്നു ചേരുക, പ്രത്യേകിച്ച് പനി പോലെയുള്ള അസുഖങ്ങൾ,
മിഥുനക്കൂറുകാർക്ക് വ്യാഴം 11-ൽ നിൽക്കുന്നത് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇഷ്ടകാര്യ ലാഭം ഉണ്ടാവുക, സ്ഥാനാന്തര പ്രാപ്തി ഉണ്ടാവുക. അതായത് നമ്മൾ ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും നമ്മളിലേക്ക് അത് വന്നു ചേരുക. നല്ല ഫലമാണല്ലോ, ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും നമ്മളിലേക്ക് വന്നു ചേരുക എന്ന് പറയുന്നത് അത്ര നിസ്സാര ഫലമല്ലല്ലോ. അതേപോലെ തന്നെ സ്ഥാനാന്തര പ്രാപ്തി ഉണ്ടാവുക, നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക. 8-ൽ നിൽക്കുന്ന ശുക്രനും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഗൃഹാരംഭ പ്രവൃത്തികൾ ആരംഭിക്കുവാനായിട്ട് സാധിക്കുക, ഗൃഹത്തിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങുവാനായിട്ട് സാധിക്കുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ൽ ശനി നിൽക്കുന്നത് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. ജന്മത്തിലും 4-ലും 8-ലും ഒക്കെ നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മോശഫലത്തെ ശനിയെ കൊണ്ട് പറയുന്നത്. 9-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് അത്ര മോശഫലം പറയുന്നില്ല എങ്കിൽ പോലും നല്ല ഫലമല്ല. നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾ കുറയുക, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സൽപ്രവൃത്തികൾ, ധർമ്മകാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കാതെ വരിക. എന്തായാലും മിഥുനക്കൂറുകാരുടെ ഗ്രഹപ്പിടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും, കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. പുണർതം കാലപൂയമായാലും കർക്കിടകക്കൂറുകാർക്ക് ഈ വരുന്ന വാരം സൂര്യൻ 8-ലാണ് നിൽക്കുന്നത്. 8-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും ഒക്കെയുള്ള ഉപദ്രവത്തെയാണ് സൂചിപ്പിക്കുന്നത്. 7-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും ഭാര്യാഭർത്തൃ കലഹം ഉണ്ടാവുക, അതേപോലെ തന്നെ കണ്ണുകൾക്കും ഉദരത്തിനും വ്യാധികളും വന്നു ചേരുക. അപ്പൊ 7-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ഭാര്യാഭർത്തൃ കലഹം, അതായത് നമ്മളുടെ കുടുംബത്ത് കലഹം ഉണ്ടാവുക. കുടുംബത്ത് കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും സന്തോഷമുള്ള കാര്യമല്ലല്ലോ, നല്ല ഫലമല്ലല്ലോ, ഉള്ള സ്വസ്ഥതയും കൂടി അങ്ങോട്ട് പോകും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കലഹം ഉണ്ടാവുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, അനാവശ്യമായിട്ട് ഓരോരോ കാര്യങ്ങളിൽ തന്നെ നമ്മൾ ഇടപെടാതിരിക്കുക. ഉദരവ്യാധി എന്ന മോശഫലത്തെയും സൂചിപ്പിച്ചു, അതായത് വയറ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ. ഈ വയറ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ നമുക്ക് ഒരു പരിധിവരെ വരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണല്ലോ. അപ്പോൾ ശുദ്ധമായിട്ട് വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. ഈ വരുന്ന 19-ാം തീയതി തന്നെ ബുധൻ 8-ലേക്ക് വരുന്നു. വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാര്യവിജയം വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള ഫലം, നല്ല ഫലം നമുക്ക് അനുഭവവേദ്യമായിട്ട് വരിക. നമ്മളുടെ സന്താനങ്ങൾ നിമിത്തം തന്നെ നമുക്ക് സന്തോഷം അനുഭവിക്കുക, ധനപുഷ്ടി വന്നു ചേരുക, ധനവർദ്ധനവ്, ഏത് കാര്യങ്ങൾ ചെയ്യുവാനും നമുക്ക് പ്രത്യേകിച്ചൊരു സാമർഥ്യം വന്നു ചേരുക, നിപുണത വന്നു ചേരുക, നല്ല രീതിയിൽ തന്നെ മനസന്തോഷം അനുഭവിക്കുന്ന കാലയളവാണ് 8-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും നല്ല ഫലത്തെ സൂചിപ്പിക്കാം. വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക, ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. ജോലിക്ക് വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. പക്ഷേ കുറച്ചു കാലമായിട്ട് 10-ൽ വ്യാഴം നിൽക്കുന്നത് കർമ്മവൈകല്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. കർമ്മവൈകല്യം എന്ന് പറയുന്നത് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ വരാത്ത അവസ്ഥ. അതേപോലെ തന്നെ ഈ തൊഴിൽ സ്ഥാനമാണ് 10 എന്നതുകൊണ്ട് തന്നെ ധനപരമായിട്ടും ചെലവുകൾ കൂടുക, ധനം വന്നു ചേരുന്ന അളവ് കുറയുക. അപ്പോൾ ഈ മോശഫലത്തെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമമൊക്കെ കുറച്ച് കൂടുതൽ ജപിക്കുക. 7-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും ഒക്കെയുള്ള ഉപദ്രവത്തെയാണ് സൂചിപ്പിക്കുന്നത്. 8-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ടും ഈ മോശഫലത്തെ തന്നെയാണ് സൂചിപ്പിച്ചത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കർക്കിടകക്കൂറുകാർക്ക് 8-ൽ ശനി നിൽക്കുന്നത് ദൈവാധീന കുറവിനെ തന്നെ സൂചിപ്പിക്കുന്നു. കലഹം ഉണ്ടാവുക, ചെറിയ കലഹം പോലും വലിയ കലഹത്തിലേക്ക് വന്നു ചേരാതിരിക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ധനപരമായിട്ടും അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. ഓരോരോ രോഗദുരിതങ്ങളെ ഇടവിട്ട് ഇങ്ങനെ വന്നു ചേരുക, നമ്മളോട് ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള ബന്ധുക്കളോട് അകന്നു നിൽക്കുക, നമുക്ക് അകന്നു നിൽക്കുവാനായിട്ട് തോന്നുക. എന്തായാലും കർക്കിടകക്കൂറുകാരുടെ ഗ്രഹപ്പിടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും നമ്മളുടെ ഈശ്വര സേവയിലൂടെ, നാമജപത്തിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും, കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. മകം പൂരം ഉത്രം കാല ചിങ്ങക്കൂറുകാർക്ക് ഈ വരുന്ന വാരം സൂര്യൻ 7-ലാണ് നിൽക്കുന്നത്. ഉദരവ്യാധി ഉണ്ടാവുക, വഴിനടക്കൽ ഉണ്ടാവുക. ഉദരവ്യാധി എന്ന് പറയുന്നത് വയറ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളാണല്ലോ. അപ്പോൾ ഈ വയറ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണല്ലോ ഒരു പരിധിവരെ എന്ന് മനസ്സിലാക്കി വളരെ നല്ല രീതിയിൽ തന്നെ ശുദ്ധമായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ കുറച്ച് അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഫലത്തെയും 7-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. ചിങ്ങക്കൂറുകാർക്ക് 6-ലാണ് ചൊവ്വ നിൽക്കുന്നത്. നല്ല ഫലത്തെയാണോ സൂചിപ്പിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്, ശത്രുനാശം ഉണ്ടാവുക.
ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ, തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ തർക്കങ്ങളെല്ലാം ഒരു പരിധിവരെ പരിഹരിച്ച് ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക. കൃഷിയിലൂടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക, ആദായം വന്നു ചേരുക. 7-ലാണ് ബുധൻ നിൽക്കുന്നത്. ചിങ്ങക്കൂറുകാർക്ക് അത്ര നല്ല ഫലമല്ല, കലഹം. അപ്പം നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് ഒരു പരിധിവരെ ഈ കലഹം ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ൽ വ്യാഴം നിൽക്കുന്നത് വളരെ നല്ല ഫലത്തെയാണ് ചിങ്ങക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. ഒട്ടും വിചാരിക്കാതെ തന്നെ പലവിധ ഭാഗ്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാനിടവരിക. നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും സന്താനങ്ങളോടും കൂടി സുഖമായിട്ടിരിക്കുക. പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും സന്താനങ്ങളോടും കൂടി സുഖമായിട്ട് ജീവിക്കുക. സന്താന ഗുണം അനുഭവിക്കുക. കാര്യസിദ്ധി വന്നു ചേരുക. ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നല്ല ഫലം നമുക്ക് വന്നു ചേരുക. ഓരോരോ കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുവാനായിട്ടുള്ള ആജ്ഞാസിദ്ധി വന്നു ചേരുക. എല്ലാ കാര്യങ്ങളിലും സാമർഥ്യം വന്നു ചേരുക. പക്ഷെ 6-ൽ ശുക്രൻ നിൽക്കുമ്പോൾ അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ അനുഭവിക്കാനിട വരിക. പലവിധ രോഗദുരിതങ്ങൾ വന്നു ചേരുക. 7-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ദുർജനങ്ങളായിട്ടുള്ള സംസർഗം, അതായത് നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ട് ഇടവരിക. നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ അത്ര നല്ല ഫലമല്ലല്ലോ വന്നു ചേരുക. അതേപോലെ തന്നെ ഒട്ടും വിചാരിക്കാതെ തന്നെ നമുക്ക് വേണ്ടി തന്നെയാണ് എങ്കിൽ പോലും ദൂരദേശ യാത്രയൊക്കെ ഉണ്ടാവുക. എന്തായാലും ചിങ്ങക്കൂറുകാരുടെ ഗ്രഹപീഡാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ തന്നെ നമുക്ക് മറികടക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക, കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. ഉത്രം, മുക്കാല, അത്തം, ചിത്തിരാര കന്നിക്കൂറുകാർക്ക് ഈ വരുന്ന വാരം സൂര്യൻ 6-ലാണ് നിൽക്കുന്നത്. വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ്. ഞാനാണെന്നുണ്ടെങ്കിലും നിങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ്. ശത്രു ദുഃഖ രോഗശമനം. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്. അതേപോലെ തന്നെ ഏതെങ്കിലും വിധേന രോഗദുരിതങ്ങൾ അനുഭവിച്ചിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്കും ശമനം വന്നു ചേരുന്ന കാലയളവ്. ഏതെങ്കിലും വിധേന ദുഃഖങ്ങൾ, വ്യാധികൾ അനുഭവിച്ചിരുന്നുവെങ്കിൽ ആ ദുഃഖങ്ങൾക്കും ശമനം വന്നു ചേരുന്ന ഒരു കാലയളവ്. ശത്രു ദുഃഖ രോഗശമനം. വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ് സൂര്യൻ 6-ൽ നിൽക്കുമ്പോൾ കന്നിക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. പക്ഷെ ചൊവ്വ 5-ൽ നിൽക്കുമ്പോൾ ശത്രുഭയം, രോഗഭയം, ശത്രുക്കളുടെ ഉപദ്രവം നമ്മളിലേക്ക് വന്നു ചേരുമോ എന്നുള്ളൊരു അകാരണമായിട്ടുള്ള ഭയം. അതുപോലെ തന്നെ നമ്മളുടെ സന്താനങ്ങൾ നിമിത്തം തന്നെ നമ്മളിലേക്ക് അരിഷ്ടത വന്നു ചേരുന്ന ഒരു മോശഫലത്തെയാണ് 5-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 6-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ വരിക, കാര്യവിജയം ഉണ്ടാവുക, പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുക, പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുക, ഉദ്യോഗ കയറ്റമൊക്കെ ലഭിക്കുക. പക്ഷെ വീണ്ടും 8-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കഠിനങ്ങളായിട്ടുള്ള വ്യാധികൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ. അപ്പോൾ ഈ മോശഫലത്തെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട്, അതായത് വ്യാഴം 8-ൽ നിൽക്കുന്നതായിട്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട്, കുറയ്ക്കുവാനായിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമൊക്കെ കുറച്ച് കൂടുതൽ ജപിക്കുക. 5-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഗുരുജനങ്ങളെ കാണുവാനായിട്ട് സാധിക്കുക. ഗുരുജനങ്ങളിൽ നിന്ന് നമുക്ക് അനുഗ്രഹമൊക്കെ വാങ്ങുവാനായിട്ട് സാധിക്കുക. ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് ഏത് കാര്യങ്ങളും ശരിയായിട്ടുള്ള രീതിയിൽ വരിക, നല്ല ഫലം അനുഭവവേദ്യമായിട്ട് വരിക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, നമ്മുടെ സന്താനങ്ങളിൽ നിന്ന് ഗുണം അനുഭവിക്കുക, സന്താന സൗഖ്യം വന്നു ചേരുക, ബന്ധുഗുണം അനുഭവിക്കുക. അതുപോലെ തന്നെ 6-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ടും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കുറച്ച് കാലമായിട്ട് 6-ലാണ് ശനി എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്ന കന്നിക്കൂറുകാർക്ക് തന്നെ അറിയാം. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്. അതേപോലെ തന്നെ ഏതെങ്കിലും വിധേന രോഗദുരിതങ്ങൾ അനുഭവിച്ചിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്ക് മുക്തി വന്നു ചേരുന്ന ഒരു കാലയളവാണ്. രോഗശാന്തി വന്നു ചേരുക, ശത്രുനാശം, രോഗശാന്തി. 6-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും കന്നിക്കൂറുകാരുടെ ഗ്രഹപീഡാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും നമ്മളുടെ ഈശ്വര സേവയിലൂടെ, നാമജപത്തിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും, കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാല തുലാക്കൂറുകാർക്ക് ഈ വരുന്ന വാരം സൂര്യൻ 5-ലാണ് നിൽക്കുന്നത്. അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ശത്രു ദുഃഖ രോഗ ദുരിതങ്ങൾ വന്നു ചേരുക, ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ അനുഭവിക്കുക, അതേപോലെ തന്നെ ഒട്ടും വിചാരിക്കാതെ തന്നെ രോഗദുരിതങ്ങൾ വന്നു ചേരുക. കുറച്ച് മോശഫലത്തെയാണ് 5-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് തുലാക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 4-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ദുർജന സംസർഗം, അതായത് നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ട് ഇടവരിക.
നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ നല്ല ഫലമല്ലല്ലോ നമുക്ക് വന്നു ചേരുക. വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക തുലാക്കൂറുകാർ. അതേപോലെ തന്നെ ഉദരരോഗം ഉണ്ടാവുക. ഉദരരോഗം ഉണ്ടാവുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല രീതിയിൽ തന്നെ ശുദ്ധമായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലത്തെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഭദ്രകാളി ഭഗവതിയും സുബ്രഹ്മണ്യ സ്വാമിയൊക്കെ മനസ്സിരുത്തി വിചാരിച്ചോളൂ. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായി. സൂര്യനെ കൊണ്ടാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. 5ലാണ് ബുധൻ നിൽക്കുന്നത്. ഭാര്യ-പുത്ര കലഹം ഉണ്ടാവുക, ഭർത്തൃപുത്ര കലഹം ഉണ്ടാവുക. കുടുംബത്ത് കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും അത്ര നല്ല ഫലമല്ലല്ലോ. അപ്പോൾ ഈ കലഹം ഉണ്ടാവുന്നത് തന്നെ നമ്മുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. 7ൽ നിൽക്കുന്ന വ്യാഴം നല്ല ഫലത്തെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ബുദ്ധി സാമർഥ്യം ഉണ്ടാവുക, വാക് സാമർഥ്യം ഉണ്ടാവുക, നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക, ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ വരിക, കാര്യസിദ്ധി വന്നു ചേരുക. 4ൽ നിൽക്കുന്ന ശുക്രനും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ദ്രനെ പോലെ ശക്തിയൊക്കെ ഉണ്ടാവുമെന്ന് പറയുക. ഇന്ദ്രന്റെ അത്രയൊന്നും ശക്തി നമുക്ക് ആർക്കും ഉണ്ടാവില്ല എന്ന് നമുക്ക് തന്നെ പൊതുവെ അറിയാം. എന്തായാലും നമ്മളുടെ ആയുസ്സും ഓജസ്സും തേജസ്സും ഒക്കെ കൂടും. അതുപോലെ തന്നെ നമ്മളുടെ ബന്ധുക്കളോട് കൂടി സുഖമായിട്ട് വസിക്കുക. 4ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 5ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സന്താനങ്ങൾ നിമിത്തം തന്നെ നമുക്ക് അരിഷ്ടത വന്നു ചേരുന്ന ഒരു മോശം ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും തുലാക്കൂറുകാരുടെ ഗ്രഹപീഠാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ തന്നെ നമുക്ക് മറികടക്കുവാനായിട്ട് സാധിക്കും, കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. വിശാഖം കാലഹരണം തൃക്കേട്ട വൃശ്ചികക്കൂറുകാർക്ക് ഈ വരുന്ന വാരം 4ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. പലവിധ വിഘ്നങ്ങൾ വന്നു ചേരുക, രോഗദുരിതങ്ങൾ വന്നു ചേരുക. ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിഘ്നങ്ങൾ വന്നു ചേർന്നാൽ, തടസ്സങ്ങൾ വന്നു ചേർന്നാൽ അത്ര നല്ല ഫലമല്ലല്ലോ. നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടും കൂടിയാണല്ലോ. അപ്പോൾ ഈ വിഘ്നങ്ങൾ വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രീ മഹാഗണപതി ഭഗവാനെ പ്രത്യേകിച്ച് മനസ്സിരുത്തി വിചാരിക്കുക. 3ലാണ് ചൊവ്വ നിൽക്കുന്നത്. ധാതു ദ്രവ്യപ്രാപ്തി ഉണ്ടാവുക. നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഭൂമി നമുക്ക് വാങ്ങുവാനായിട്ട് സാധിക്കുക. ഇപ്പോൾ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള 2 ഫലങ്ങളുണ്ട്. ഒന്ന് ശത്രുനാശം, അതായത് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവാണ് 3ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം, ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലാണല്ലോ നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല ഫലം നമുക്ക് അനുഭവവേദ്യമായിട്ട് വരിക. അപ്പോൾ ഈശ്വര അനുഗ്രഹമുള്ള കാലയളവാണ് 3ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നർത്ഥം. അതുപോലെ തന്നെ 4ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക നമുക്ക്. അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. ഈ വ്യാഴം 6ൽ നിൽക്കുന്നത് അത്ര നല്ല ഫലമല്ല. സുഖസാധനങ്ങൾ ഉണ്ടായാൽ പോലും ആ സുഖം നമുക്ക് അനുഭവവേദ്യമായിട്ട് വരാത്ത അവസ്ഥ. എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അത് അനുഭവിക്കാൻ യോഗമില്ലാത്ത അവസ്ഥ. അതൊരു പ്രത്യേക ഫലമാണ്. അപ്പോൾ ഈ മോശഫലം ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഗുരുവായൂരപ്പനെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമമൊക്കെ കുറച്ച് കൂടുതൽ ജപിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക. ശുക്രൻ 3ൽ നിൽക്കുമ്പോഴും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള നല്ല ഫലങ്ങളാണ്. ശത്രുനാശം ഉണ്ടാവുക, ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലങ്ങൾ, ബഹുമാനസിദ്ധി ഉണ്ടാവുക, ആദരവ് ലഭിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുവാനായിട്ടുള്ള കഴിവ്, ആജ്ഞാസിദ്ധി വന്നു ചേരുക. നല്ല രീതിയിൽ തന്നെ ധനവും വന്നു ചേരുക. വൃശ്ചികക്കൂറുകാർക്ക് ഏറ്റവും കൂടുതൽ മോശഫലത്തെ സൂചിപ്പിക്കുന്നത് 4ൽ നിൽക്കുന്ന ശനിയെ കൊണ്ടാണ് കേട്ടോ. കുറച്ചു കാലമായിട്ട് 4ലാണ് ശനി. 4ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് കലഹം ഉണ്ടാവുക, ഭാര്യ കലഹം ഉണ്ടാവുക, ഭർത്തൃ കലഹം ഉണ്ടാവുക, ഭാര്യ വിരഹം ഉണ്ടാവുക, ഭർത്തൃവിരഹം ഉണ്ടാവുക. അപ്പോൾ ഈ കലഹം ഉണ്ടാവുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. ഉള്ള സമാധാനം കൂടി അങ്ങോട്ട് പോകും. അപ്പോൾ ഈ കലഹം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല വാക്കുകൾ സംസാരിക്കുക, അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, മനസ്സിന് വേണ്ടാത്ത ദുർബുദ്ധി വന്നു ചേരുക. വേണ്ടാത്ത ദുർബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗടില്യങ്ങളായിട്ടുള്ള ബുദ്ധി. ഓരോരോ കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് ശരിയല്ലാത്ത ബുദ്ധിയിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട് തോന്നുക. അതേപോലെ തന്നെ ധനത്തിന് ചിലവ് കൂടുക. അപ്പോൾ ഈ മോശഫലത്തെ ഒഴിവാക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഈ ദുർബുദ്ധി പോലെയുള്ള മനസ്സിൽ കൗടില്യം നിറയുന്നതായിട്ടുള്ള ബുദ്ധിയൊക്കെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട്, ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശബരിമല അയ്യപ്പസ്വാമിയെ മനസ്സിരുത്തി വിചാരിച്ചോളൂ. നമ്മളുടെ സമീപ പ്രദേശത്തുള്ള അയ്യപ്പൻ അമ്പലത്തിൽ, ശാസ്താക്ഷേത്രത്തിലൊക്കെ ദർശനം ചെയ്യുക. നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. കാരണം എല്ലാവർക്കും എപ്പോഴും ശബരിമലയ്ക്ക് പോകാൻ സാധിച്ചത് വരില്ലല്ലോ. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ ശനൈശ്വരായ നമ എന്നുള്ള നാമമൊക്കെ കുറച്ച് കൂടുതൽ ജപിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക.
അപ്പോൾ ഈ നാലിൽ നിൽക്കുന്നതായിട്ടുള്ള ശനിയെ കൊണ്ടുള്ള മോശഫലം നമുക്ക് ഒരു പരിധിവരെ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. എന്തായാലും വൃശ്ചികക്കൂറുകാരുടെ ഗ്രഹപ്പിടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ ഈശ്വര സേവയിലൂടെ നാമജപത്തിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും, കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. മൂലം പൂരാടം ഉത്രാടം കാല ധനുക്കൂറുകാർക്ക് ഈ വരുന്ന വാരം സൂര്യൻ 3-ലാണ് നിൽക്കുന്നത്. വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ്. സ്ഥാനാന്തരപ്രാപ്തി ഉണ്ടാവുക. സ്ഥാനാന്തരപ്രാപ്തി എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക എന്നൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പോലും ഇപ്പൊ നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർച്ച ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ രോഗങ്ങളില്ലാത്ത അവസ്ഥയാണല്ലോ. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്, ധനവൃദ്ധി വന്നു ചേരുക, ധനവർദ്ധനവുണ്ടാവുക, എല്ലാം ഗംഭീരമായിട്ടുള്ള ഫലമാണ് 3-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട്. ശത്രുനാശം, ധനവൃദ്ധി, ആരോഗ്യം. പക്ഷേ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതായിട്ടുള്ള 2-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് അത്ര നല്ല ഫലത്തെയല്ല ധനുക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. പണം സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതുണ്ട്, സൂക്ഷിച്ചു വയ്ക്കേണ്ടതുണ്ട്. കാരണം ചോരഭയം, അതായത് കള്ളന്മാർ നിമിത്തം തന്നെ നമ്മളുടെ ധനം മോഷ്ടിക്കപ്പെട്ട് കൊണ്ടുപോകുവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അഗ്നി സംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾ ഏർപ്പെടുമ്പോഴും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. വെറുതെ ആലോചിച്ച് മനസ്സ് വിഷമിക്കുന്ന ഒരു കാലയളവിനെ സൂചിപ്പിക്കാം. അതേപോലെ തന്നെ ശത്രുക്കൾ നിമിത്തം തന്നെ ദുഃഖങ്ങൾ വന്നു ചേരുന്ന ഒരു മോശഫലത്തെയും 2-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മോശഫലത്തെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മനസ്സിരുത്തി ഭദ്രകാളി ഭഗവതിയെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാംച പാലയ പാലയ. ഈ സ്തോത്രമൊക്കെ നാമം ജപിച്ചാൽ നന്നായി. 3-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ടും അകാരണമായിട്ടുള്ള ശത്രുഭയം, ശത്രുക്കളുടെ ഉപദ്രവം നമ്മളിലേക്ക് വന്നു ചേരുമോ എന്നുള്ളൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കുറച്ചു കാലമായിട്ട് വ്യാഴം 5-ലാണ് നിൽക്കുന്നത്. വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ധനുക്കൂറുകാർക്ക് തന്നെ അറിയാം. എല്ലാം ലാഭമാണ് പറയുന്നത്. ധനലാഭം, ഗൃഹലാഭം, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. 2-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടും നല്ല ഫലത്തെ തന്നെ സൂചിപ്പിക്കുന്നു. ധനധാന്യ സമൃദ്ധി ഉണ്ടാവുക, ബഹുമാന സിദ്ധി ഉണ്ടാവുക, നമുക്ക് ആദരവ് ലഭിക്കുക, സന്തോഷമുള്ള കുടുംബത്തോട് കൂടിയിരിക്കുക. കുറച്ചു കാലമായിട്ട് ശനി 3-ൽ നിൽക്കുന്നത് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. വളരെ നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ രോഗദുരിതങ്ങളില്ലാത്ത അവസ്ഥയാണല്ലോ. അതേപോലെ തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലം സർവാഭീഷ്ട സിദ്ധി. ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാലും നമ്മളിലേക്ക് വന്നു ചേരുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. എന്തായാലും ധനുക്കൂറുകാരുടെ ഗ്രഹപ്പിഴ ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ തന്നെ നമുക്ക് മറികടക്കുവാനായിട്ട് സാധിക്കും, കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. ഉത്രാടം മുക്കാല തിരുവോണം അവിട്ടത്തര മകരക്കൂറുകാർക്ക് ഈ വരുന്ന വാരം സൂര്യൻ 2-ലാണ് നിൽക്കുന്നത്. ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന 2-ാം ഭാവത്തിൽ സൂര്യൻ നിന്നു കഴിഞ്ഞാൽ അത്ര നല്ല ഫലമല്ല സൂചിപ്പിക്കുന്നത്. ധനപരമായിട്ട് ചിലവുകൾ കൂടുക, അതേപോലെ തന്നെ അന്യരാൽ ചതിക്കപ്പെടുവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ കടം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു കിട്ടാത്ത അവസ്ഥ വന്നു ചേരാം. അത് പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക. ജന്മത്തിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും അത്ര നല്ല ഫലമല്ല. ദേഹകാര്യഭംഗം, വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ മോശഫലത്തെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഭദ്രകാളി ഭഗവതിയെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാംച പാലയ പാലയ. ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ജന്മത്തിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടുള്ള മോശഫലത്തെ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. 2-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് നല്ല ഫലത്തെയാണ് മകരക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. നമ്മളുടെ വാക്കുകൾക്ക് ശോഭയുണ്ടാവുക, നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക, അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. ഈ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ ബുധൻ 2-ൽ നിന്ന് കഴിഞ്ഞാൽ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക, നല്ല രീതിയിൽ തന്നെ എഴുതുവാനായിട്ട് സാധിക്കുക. ജോലിക്ക് വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. 4-ൽ നിൽക്കുന്ന വ്യാഴം മോശഫലത്തെ സൂചിപ്പിക്കുന്നു എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. ഒരിടത്തും ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ, അതേപോലെ തന്നെ ബന്ധുജനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് അരിഷ്ടത വന്നു ചേരുക. പക്ഷെ ജന്മത്തിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നു. ഭാര്യാസംഗമം, അതായത് ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരാഗ്രഹിക്കുന്നുവെങ്കിൽ അവർ വീണ്ടും ഒന്നിച്ചു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. 2-ലാണ് ശനി നിൽക്കുന്നത്. ധനപരമായിട്ട് ചെലവുകൾ കൂടുക, അതേപോലെ തന്നെ ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ വിരക്തി വന്നു ചേരുക, പൊതുവെ ഒരു സുഖക്കുറവ് വന്നു ചേരുക. എന്തായാലും മകരക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും
ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ തന്നെ നമുക്ക് മറികടക്കുവാനായിട്ട് സാധിക്കും, കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. അവിട്ടത്തറ ചതയം പൂരൂരുട്ടാതി മുക്കാലോ കുംഭക്കൂറുകാർക്ക് ഈ വരുന്ന വാരം ജന്മത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. അത്ര നല്ല ഫലമല്ല പറയുന്നത്. പൊതുവെ നമ്മളുടെ ശരീരത്തിന് തന്നെ സുഖക്കുറവ് വന്നു ചേരുക, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അലച്ചിൽ വന്നു ചേരുക, മാർഗസഞ്ചാരം, ധനപരമായിട്ട് ചെലവുകൾ കൂടുക, അതേപോലെ തന്നെ രോഗദുരിതങ്ങൾ വന്നു ചേരുക. അപ്പം ജന്മത്തിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ടുള്ള മോശഫലത്തെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരമൊക്കെ കുറച്ച് കൂടുതൽ ജപിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. 12 നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും കുംഭക്കൂറുകാർക്ക് നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. പല പ്രകാരേണയുള്ള ദുരിതങ്ങൾ വന്നു ചേരുക, അനാവശ്യമായിട്ട് തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുക, ദുർവ്വയം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു ഫലം, വാഹനം ഉപയോഗിക്കുമ്പോൾ കുംഭക്കൂറുകാർ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ജന്മത്തിലാണ് ബുധൻ നിൽക്കുന്നത്. ബുധനെ കൊണ്ട് മോശഫലത്തെ തന്നെ സൂചിപ്പിക്കുന്നു. തൻ വാക്ക് പിഴ നിമിത്തം തന്നെ കലഹം ഉണ്ടാവുക. നമ്മളുടെ വാക്കുകൾ കൊണ്ട് തന്നെ കലഹം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക, അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. 3 നിൽക്കുന്ന വ്യാഴവും നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. കാര്യവിനാശം ഉണ്ടാവുക, ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള അവസ്ഥ വന്നു ചേരാത്ത അവസ്ഥ. അപ്പോൾ ഈ മോശഫലത്തെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നാരായണ എന്നുള്ള നാമമൊക്കെ കുറച്ച് കൂടുതൽ ജപിക്കുക. 12 നിൽക്കുന്ന ശുക്രനെ കൊണ്ട് മാത്രമാണ് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത്. കുംഭക്കൂറുകാർക്ക് എന്തായാലും വിവിധങ്ങളായിട്ടുള്ള ദ്രവ്യസമൃദ്ധി വന്നു ചേരുക, പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുക. കുറച്ചു കാലമായിട്ട് ജന്മത്തിലാണ് ശനി. അഗ്നി സംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഒഴിഞ്ഞ ഇടങ്ങളിൽ ഒറ്റയ്ക്ക് പോവാതിരിക്കുക, ധനപരമായിട്ട് ചെലവുകൾ കൂടുക, അലച്ചിലുണ്ടാവുക. നമുക്ക് വേണ്ടി തന്നെയാണെന്നുണ്ടെങ്കിൽ പോലും ദൂരദേശ യാത്രയൊക്കെ ചെയ്യേണ്ടി വരിക. അപ്പോൾ ഈ ശുക്രനെ കൊണ്ട് മാത്രമേ കുംഭക്കൂറുകാർക്ക് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി ബാക്കി ഗ്രഹങ്ങളെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലത്തെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട്, ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട്, കുറയ്ക്കുവാനായിട്ട് നമ്മളുടെ നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ നമുക്ക് മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. നാമസങ്കീർത്തനം യസ്യ സർവ പാപത്രനാശനം എന്നല്ലേ പറയുന്നത്. ഈ കലികാലത്ത് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുരിതങ്ങളെ ദുഃഖങ്ങളെ എല്ലാം ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ളൊരു ഉപായവും ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു ഉപായവും നാമജപമാണ് എന്ന് മനസ്സിലാക്കുക. പൂരൂരുട്ടാതി കാല ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ഈ വരുന്ന വാരം സൂര്യൻ 12 നിൽക്കുന്നത്. അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ശുഭകർമ്മ ഫലം ഇല്ലാത്ത അവസ്ഥ. അതായത് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ നല്ല ഫലം നമുക്ക് ലഭിക്കാത്ത, വന്നു ചേരാത്ത ഫലത്തെയാണ് 12 നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. പക്ഷെ 11 നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ജനപദ അധികാര ലാഭം ഉണ്ടാവുക. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കുറച്ചും കൂടി കൂടുതൽ നല്ല ഫലമാണ്. പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുക. ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ ഈ ഭൂമി സംബന്ധമായിട്ടുള്ള വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ, തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം ഒരു പരിധിവരെ പരിഹാരം വന്നു ചേർന്ന് ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക. കൃഷി ചെയ്യുന്നവർക്കും വളരെ നല്ല രീതിയിൽ തന്നെ ഭൂമിയിൽ നിന്ന് ആദായം ലഭിക്കുക, ധനലാഭം വന്നു ചേരുക. പക്ഷേ 12 നിൽക്കുന്ന ബുധനെ കൊണ്ട് മീനക്കൂറുകാർക്ക് അത്ര നല്ല ഫലമല്ല. ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുക, അതേപോലെ തന്നെ പലവിധ രോഗദുരിതങ്ങൾ വന്നു ചേരുക. ഈ ബുധനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ള ഫലമാണ്, നല്ല ഫലമാണ് വ്യാഴം 2 നിൽക്കുമ്പോൾ. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത അവസ്ഥ, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. അപ്പൊ ഈ ബുധനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള ഫലമാണോ വ്യാഴത്തെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള ഫലമാണോ നമുക്ക് ജീവിതത്തിൽ വന്നു ചേരുക എന്ന് മനസ്സിലാക്കുന്നത് നമ്മളുടെ ജാതകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നമ്മളുടെ ജാതകത്തിൽ വ്യാഴം വളരെ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ വ്യാഴത്തെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലത്തിന് കുറച്ച് കൂടുതൽ ഫലപ്രാപ്തി വന്നു ചേരും. അതേപോലെ തന്നെ നമ്മളുടെ ജാതകപ്രകാരം വ്യാഴത്തിന് ബലമില്ലാതെയും ബുധനും ബലമില്ലാതെയും വന്നു കഴിഞ്ഞാൽ ഈ ബുധനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലത്തിന് ഫലപ്രാപ്തി കൂടുതലുണ്ടാവാനായിട്ടുള്ള സൂചനയുണ്ട്. 11 നിൽക്കുന്ന ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം ഏത് ഗ്രഹങ്ങൾ 11 നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലമാണ്. നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, നല്ല രീതിയിൽ തന്നെ സുഖം അനുഭവിക്കുക, ബന്ധുഗുണം അനുഭവിക്കുക. 12 നിൽക്കുന്ന ശനിയെ കൊണ്ട് ഇടയിടയിൽ ഓരോരോ പ്രശ്നങ്ങൾ വന്നു ചേരുക, ഒന്ന് കഴിഞ്ഞു മറ്റൊന്ന് കഴിഞ്ഞു വേറൊന്ന്. നല്ല ഫലമല്ല, അലച്ചിലുണ്ടാവുക. എന്തായാലും മീനക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും
നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും, കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാവഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.